ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ സൈഡായിട്ട് കഴിക്കുന്ന പുളിങ്കറിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പ്രഷർ കുക്കർ എടുക്കാം. അതിലാണ് നമ്മൾ നമ്മുടെ ബീഫ് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് ഒരു 1.25 കിലോ അടുത്ത് വരുന്ന ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 4 വലിയ സവാള, കുറച്ച് ഉള്ളി, അതുപോലെ കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 4 തക്കാളി, കുറച്ചധികം തന്നെ പച്ചമുളക്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 വലിയ ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഇത്രയും മാത്രമാണ് നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക് നിങ്ങൾക്ക് ഇച്ചിരി അധികം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കണ്ട, വെള്ളമില്ലാതെ തന്നെ നമുക്ക് വേവിച്ചെടുത്താൽ മതി. നമ്മളിപ്പോൾ നന്നായിട്ടത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമ്മൾ സാധാരണ എത്ര വിസിലാണോ ബീഫിന് അടിക്കുന്നത് അത്രയും വിസിൽ പോവാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ സാധാരണ പുഴുക്കലരിയാണ് എടുത്തിട്ടുള്ളത്. അത് 1.5 കിലോ തന്നെയാണ് നമ്മൾ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, തക്കോലം, കുരുമുളക്, ജീരകം ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പിന് 2 കപ്പ് വെള്ളം തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ സാധാരണ നമ്മൾ നെയ്ച്ചോറിനെല്ലാം ഒറ്റ വിസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 വിസിലാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. അപ്പോൾ 2 വിസിലൊന്ന് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുളിങ്കറിയിലേക്കുള്ളത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതിലേക്ക് വളരെ കുറച്ച് പച്ചമുളകും കുഞ്ഞി കഷ്ണം സവാളയും അതുപോലെ തന്നെ തക്കാളിയോട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുമ്പോൾ നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എന്തോരം ക്വാണ്ടിറ്റി വേണം എന്ന് വെച്ചാൽ അത്രയും എടുക്കാം. അപ്പോൾ നമ്മളതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. പുളിക്കനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് നിന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടല്ല കേട്ടോ, കുറച്ച്. അതിലേക്ക് നമ്മൾ വെന്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചോറിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ ബീഫെല്ലാം എല്ലാ സ്ഥലത്തേക്കും ആവുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും വെച്ച ശേഷം നമുക്കിതൊരു 20 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ചോറും ബീഫും കൂടെയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ മേലേക്ക് കുറച്ച് പച്ച മല്ലിയില ഒന്ന് വിതറിയിട്ട് നമുക്കിതൊന്ന് അടിമോളും ഇളക്കി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതുപോലെ ഇങ്ങനെ മൂടി വെക്കുന്നതുകൊണ്ട് നമ്മുടെ ഇതിലുള്ള വെള്ളം ഫുള്ള് വറ്റി നമ്മുടെ ചോറിലേക്ക് ഇത് മുഴുവൻ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചോറിന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതിന് പുളിങ്കറിയും ഇതുപോലെ സാലഡും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായവർ നമുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് വ്ളോഗ് 786 എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. എന്നാലാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.